പലർക്കും മറ്റൊരു സോദ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ അത്യാവശ്യം ഒരു 30-40 പ്ലസ് വെറൈറ്റീസ് ഗപ്പീസ് ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് ഗപ്പീസ് മേടിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം നമ്മളെ വീട്ടിലുള്ള ഗപ്പീസിൻ്റെ കളക്ഷനും എല്ലാ കാര്യങ്ങളും. സോ അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് ഒരു ദിവസം വന്നപ്പോൾ എൻ്റെ ഗപ്പീസ് ഇപ്പോൾ ഒന്നും കാണാനില്ല. അത്യാവശ്യമുള്ള ഏകദേശമുള്ള ഗപ്പീസും എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അതിന് കാരണക്കാരനായ ആളെ ഞാൻ കണ്ടുപിടിച്ചുകൊണ്ട് വി ക്യാൻ ഫൈൻഡ് ഹിം. ഓക്കെ, അല്ല ഫൈൻഡല്ല, ഞാൻ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അവനെ കാണാൻ വേണ്ടി പോവാം. ഫ്രണ്ട്സെ, കാണാൻ പോകുന്ന സമയത്ത് തന്നെ നമുക്ക് ജസ്റ്റ് ഇതുപോലുള്ള നമ്മളിപ്പോൾ ഒത്തിരി വെറൈറ്റീസ് ഓഫ് പ്ലാൻസ് ഒക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ എന്തെങ്കിലും പ്ലാൻസിന് മേടിക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുന്ന അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. എല്ലാം നല്ല റേറ്റ് കുറവാണ്. അപ്പോൾ ഇതിൻ്റെ ഈ വെറൈറ്റീസ് ഒക്കെ ഇപ്പോൾ ഒത്തിരി നമ്മളിൽ അവൈലബിൾ ആണ്. അതുപോലെ ട്രിവാൻഡ്രം റീജിയനിലാണെങ്കിൽ നമുക്ക് വന്ന് ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ വർക്ക് ചെയ്ത് തരാനും ഞങ്ങൾക്ക് ടീം നമ്മൾ തന്നെയാണ് വർക്കൊക്കെ എടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഇതൊക്കെ അത്യാവശ്യം നല്ല അടിപൊളി പ്ലാൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞ് നമ്മൾ കുറേ പ്ലാൻസ് എല്ലാം ഇവിടെ നട്ട് സെറ്റ് ചെയ്ത് അത്യാവശ്യം നല്ലതായിട്ട് റെഡിയാക്കി കൊണ്ടുവരുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഗപ്പീസ് സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ ഗപ്പീസ് മേടിക്കാൻ വരുന്നവർക്ക് അറിയാം നമ്മൾ ഈ ഒരു സ്പോട്ടിലാണ് നമ്മൾ കൂടുതൽ ഗപ്പീസ് ഇവിടെ സെറ്റ് ചെയ്തിരുന്നത്. ഞാനിപ്പോൾ എല്ലാ ഡബ്ബും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പകുതി കൂടുതൽ ഗപ്പീസ് നമ്മളെ കയ്യിൽ നിന്ന് മിസ്സായി. ആ മിസ്സാവാനുള്ള ഏറ്റവും വലിയ കാരണം ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നു. അത് പോയിട്ട് കുറച്ച് ദിവസം ഇല്ലായിരുന്ന സമയത്ത് തന്നെ ഇവിടെ ഉണ്ടായ നഷ്ടം ഉണ്ടാവാനുള്ള കാരണങ്ങളെന്നോ കൂടുതൽ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിനകത്തിപ്പോൾ പ്ലാന്റ്സിൻ്റെ കുറവും പിന്നെ ഇതിൻ്റെ പുറത്തൊക്കെ വല വെച്ചിരുന്നു. ആ വലയൊക്കെ എന്തോ പറ്റി അത് എവിടെ നിന്ന് പോയി മറിഞ്ഞെന്തോ വീണ് പോയി. അപ്പോൾ ആ സമയത്ത് കൊക്കുകൾ വന്ന് ഇതിനകത്ത് മൊത്തം അറ്റാക്ക് ചെയ്ത് ഇതിനകത്ത് ഒരു ഫിഷും ഇല്ല. അതായത് പിന്നെ അതിനകത്ത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കറക്റ്റ് 2-3 ദിവസം ഫീഡ് കൊടുക്കാൻ പറ്റിയില്ല. നിറച്ച് മീനുണ്ടായിരുന്നു, എല്ലാം ഒരുമിച്ച് ചത്തുപോയി. പിന്നെ ഇതിനകത്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം. പിന്നെ അടുത്ത് അതിൽ സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തവള ഇറങ്ങി വലിയ മാക്കാച്ചികൾ വന്ന് എൻ്റെ മീനുകളെ മൊത്തം കൊണ്ടുപോയി. അതിനകത്ത് നിറച്ച് കോഴി ഉണ്ടായിരുന്നതാണ്, ഇതിനകത്തും ഉണ്ടായിരുന്നു, എല്ലാം പോയി. മൊത്തം തവള കുഞ്ഞുങ്ങളാണിപ്പോൾ. ഇതിന് മൊത്തം ഇനി വീണ്ടും ക്ലീൻ ചെയ്തെടുത്ത് എനിക്ക് റെഡിയാക്കണം. പിന്നെ ഇതിനകത്ത് ഇപ്പം കുറച്ച് ഗപ്പീസ് ഉണ്ടായിരുന്നു, അവന്മാർ ഏകദേശമൊക്കെ ചത്തൊക്കെ തുടങ്ങി. എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല, മൊത്തത്തിൽ പോയിരിക്കുകയാണ്. പിന്നെ നമുക്കിവിടെ നല്ല ആമ്പലൊക്കെ ഉണ്ട്. ആമ്പലാണ് ഇപ്പോൾ നമുക്ക് അത്യാവശ്യം സെയിലുള്ള സാധനം. ഇതിൽ ഗപ്പീസ് ഒന്നും ഇതിലിപ്പോൾ ഇല്ല. ഉണ്ട്, അതിന് നല്ല അടിപൊളി ഫ്ലവറാണ്. ഇതും നമ്മളിൽ സെയിലിനുണ്ട് കേട്ടോ. വളരെ റേറ്റ് കുറവാണ് ഫ്ലവറുള്ള പ്ലാന്റ്സ് തന്നെ. പിന്നെ നമുക്ക് ഗപ്പീസിൽ ടാങ്കിലൊക്കെ ഇടാൻ വേണ്ടി പറ്റിയ ഫ്ലവറുള്ള ഒത്തിരി വെറൈറ്റീസ് പ്ലാന്റ്സ് ഉണ്ട്. ഇത് അങ്ങ് മുകളിലൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള അത്യാവശ്യം വെറൈറ്റീസ് ഓഫ് ആമ്പലുകളാണ്. കണ്ട, ഒന്നിൽ തന്നെ 2 കളേഴ്സ് നിൽപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. പിന്നെ അതാ വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലിപ്പം ഗപ്പീസ് ഒന്നുമില്ല. ഏകദേശം നിങ്ങൾക്കറിയാം ഒത്തിരി വെറൈറ്റീസ് ഉണ്ടായിരുന്നു ഗപ്പീസ് ഒന്നുമില്ലെന്ന് പറയുമ്പോഴും നമ്മളെ കയ്യിൽ ഉള്ള കുറച്ച് ആൾക്കാരുണ്ട്. മീൻസ് അതിനകത്തൊക്കെ നമുക്കിപ്പോൾ ഇതിനകത്ത് എൻ്റെ കയ്യിലിപ്പോൾ നമ്മുടെ മോസ്കോ ചോക്ലേറ്റ് കുറച്ച് പേഴ്സ് ഉണ്ട്. മോസ്കോ ചോക്ലേറ്റ് കൊടുക്കാൻ വേണ്ടി അത്യാവശ്യം മോസ്കോ ചോക്ലേറ്റിൻ്റെ പേഴ്സ് ഉണ്ട്. പിന്നെ ഇതിനകത്തൊരു ഗ്രീൻ ഉണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മുടെ വേറൊരു വെറൈറ്റി ഉണ്ട്. അതിനകത്ത് കിടപ്പുള്ള സാധനമാണ് നമ്മുടെ കണ്ട ബിഗ് ഇയറിൻ്റെ നമ്മുടെ ബിഗ് ഇയർ വരുന്ന കോയിയാണ്. പിന്നെ ഇതിനകത്ത് മോസ്കോ ചോക്ലേറ്റ് കിടപ്പുണ്ട്. അതിന് നല്ല സൈസുള്ളത് മോസ്കോ ചോക്ലേറ്റ് ഉണ്ട്. ഇനി മൊത്തം സെറ്റ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഉള്ള പേഴ്സ് എല്ലാം തീരും. സോ അതുകൊണ്ട് ഇനി സെറ്റിംഗ് ആണ്. പിന്നെ അവിടെയും കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനെ വലയിട്ട് പോലും കൊക്കും അത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഇപ്പോൾ. സോ എനിക്കിപ്പോൾ ഒത്തിരി നഷ്ടമുണ്ടായി. ആ നഷ്ടങ്ങളെല്ലാം നികത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഉടനെ നമ്മളടുത്ത് പുതിയ അപ്ഡേറ്റുമായിട്ട് എത്തും. നമ്മളെ കയ്യിൽ ഒത്തിരി വെറൈറ്റീസ് പ്ലാന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞ് പ്ലാന്റ്സ് അല്ല ഫിഷസ് ഉണ്ടെന്ന് പറഞ്ഞ് ഉടനെ ഇതിനെ മൊത്തം ഞാൻ റീഗെയിൻ ചെയ്ത് വീണ്ടും ഞാൻ എത്തും. ഫ്രണ്ട്സ്, അങ്ങനെ വീണ്ടും ഞാൻ എത്തുമെന്ന് പറയാൻ കാരണം വെറും 1-2 പേഴ്സ് നാടൻ ഗപ്പികൾ വെച്ച് തുടങ്ങിയ ഞാനാണ്. ആ ഗപ്പി സെയിൽ ചെയ്ത് അതിൽ നിന്ന് കിട്ടിയ ഒരു എക്സ്പെൻസ് വെച്ച് അതിൽ നിന്ന് മാറി ആമ്പലിലേക്ക് എത്തി ഇന്ന് ലാൻഡ്സ്കേപ്പിംഗ് വർക്കുകൾ വരെ ഞങ്ങൾ സ്വന്തമായിട്ട് എടുത്ത് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാത്തിൻ്റെയും ബേസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് നമ്മളെ ഈ ഗപ്പീസിൽ നിന്നാണ്. സോ അതിനെ ഞാൻ അങ്ങനെയൊന്നും വിട്ടുകളയില്ല. നമ്മൾ വിത്തിൻ 1 മാസത്തിനകത്ത് ഞാൻ വീണ്ടും ഗപ്പീസിൽ ഡ്രീം ടു ബാക്ക്. അപ്പോൾ നമ്മൾ ഒത്തിരി വെറൈറ്റീസോട് വീണ്ടും നമ്മൾ എത്തുന്നതാണ്. ഏകദേശം ഉള്ളതിൽ ഒരു പേഴ്സൊക്കെ വെച്ചുകൊണ്ട് ഞാൻ വീണ്ടും സെറ്റാക്കി എടുക്കും. നമുക്ക് ആ ഒരു വിശ്വാസം മതി. പിന്നെ അതിന് വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ടൈമും കൊടുക്കുക, എല്ലാം റെഡിയാവും. ഓക്കെ, ബിഗ് കോൾ.